Celebrating 50 years. Majestic Jewelers. കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സ്ത്രീധനം വാങ്ങിയാൽ ബിരുദം നഷ്ടമാകും. വിദ്യാർത്ഥികളിൽ നിന്ന് സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം എഴുതി വാങ്ങി സർവകലാശാല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരമാണ് സത്യവാങ്മൂലം നിർബന്ധമാക്കിയത്. കേരളത്തിൽ സ്ത്രീധന പീഡനം മൂലമുള്ള മരണങ്ങളും ആത്മഹത്യകളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഏവർക്കും മാതൃകയാകുന്ന നിലപാടുമായി കാലിക്കറ്റ് സർവകലാശാല രംഗത്തെത്തിയത്. വിദ്യാർത്ഥികൾക്ക് സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം നിർബന്ധമാക്കിയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വിജ്ഞാപനം. ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം നിർബന്ധമാക്കിയത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് വിദ്യാർത്ഥിയും രക്ഷിതാവും എഴുതി നൽകണം. ഭാവിയിൽ സ്ത്രീധനം വാങ്ങിയാൽ ബിരുദം തിരിച്ചു നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സർവകലാശാലയിൽ ബിരുദ പ്രവേശനത്തിനുള്ള 1, 2 ഘട്ട അലോട്ട്മെന്റുകളെ തുടർന്ന് പ്രവേശന നടപടി തുടങ്ങിയ ശേഷമാണ് സർക്കാരിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്നത്. നിലവിൽ പ്രവേശനം നേടിയവരിൽ നിന്നും പിന്നീട് സത്യവാങ്മൂലം സ്വീകരിക്കും. കൊല്ലത്ത് സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള സർക്കാർ ജീവനക്കാരനായ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്ന് വിസ്മയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതും അതിനുശേഷം കണ്ണൂർ അടക്കമുള്ള മറ്റു ജില്ലകളിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികളിൽ നിന്ന് സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം വാങ്ങണമെന്ന നിർദ്ദേശം ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ ക്യാമ്പസുകളിൽ സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിനുകളും നടത്തിയിരുന്നു.